2 വർഷം അങ്ങനെ കഴിഞ്ഞു. ഒരു ദിവസം ഹസ്തനപുരത്തിൽ നാരദ മഹർഷി എഴുന്നള്ളി. യുധിഷ്ഠിരൻ മഹർഷിയെ യഥാവിധി പൂജിച്ചിരുത്തി. വനത്തിൽ തപസ് ചെയ്തിരുന്ന ധൃതരാഷ്ട്രൻ, സഞ്ജയൻ, ഗാന്ധാരി, കുന്തി എന്നിവരെ കുറിച്ച് അവൻ അന്വേഷിച്ചു. കാട്ടുതീയിൽപ്പെട്ട് ധൃതരാഷ്ട്രനും ഗാന്ധാരിയും കുന്തിയും മരിച്ചുപോയെന്ന് നാരദൻ രാജാവിനെ വ്യസനസമേതം അറിയിച്ചു. നാരദൻ എല്ലാവരും ഉഗ്രമായ തപസ്സിലിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കാട്ടുതീ പടർന്നു പിടിച്ചു. അതിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ നിരാഹാരരായി തപസ് ചെയ്ത് ക്ഷീണിച്ചിരുന്ന രാജാവിനോ ഗാന്ധാരിക്കോ കുന്തിക്കോ കഴിഞ്ഞില്ല. സഞ്ജയനോട് തീയിൽ നിന്നും ഓടി രക്ഷപ്പെടാൻ ധൃതരാഷ്ട്രൻ നിർബന്ധിച്ചതിനാൽ മനസ്സില്ല മനസ്സോടെ അവൻ അവരെ വലം വെച്ച ശേഷം യാത്ര പറഞ്ഞു പിരിഞ്ഞു. പോകുന്നതിന് മുമ്പ് സഞ്ജയൻ ഉപദേശിച്ചതനുസരിച്ച് അവർ 3 പേരും ഇന്ദ്രിയങ്ങളടക്കി യോഗം കൈക്കൊണ്ട് കിഴക്കോട്ട് അഭിമുഖമായി സ്വയം ആഹൂതി ചെയ്യുവാനിരുന്നു. അങ്ങനെ ഇരുന്ന് കാട്ടുതീയിൽപ്പെട്ട് രാജാവും കുന്തിയും ഗാന്ധാരിയും ദഹിച്ചുപോയി. നാരദൻ ചുറ്റിക്കറങ്ങുമ്പോൾ ഗംഗാതീരത്ത് വെച്ച് താപസന്മാരുടെ കൂടെ സഞ്ജയനെ കണ്ടുമുട്ടി. സഞ്ജയനിൽ നിന്നാണ് മഹർഷി വിവരങ്ങളെല്ലാം അറിഞ്ഞത്. സഞ്ജയൻ അവിടെ നിന്ന് ഹിമാലയത്തിലേക്ക് പോയി. അമ്മമാരുടെയും പിതാവിന്റെയും മരണവാർത്ത കേട്ടുകൊണ്ട് യുധിഷ്ഠിരൻ സങ്കടം സഹിക്കാനാവാതെ ഉറക്കെ കരഞ്ഞു. അതോടെ അന്തപുരം ആർത്തനാദത്താൽ മുഴങ്ങി. സമനില തെറ്റിയവനെ പോലെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് ഉറക്കെ വിലപിക്കുന്ന യുധിഷ്ഠിരനെ നാരദൻ നല്ല വാക്കുകൾ പറഞ്ഞ് സമാധാനിപ്പിച്ചു. മഹർഷിയുടെ ഉപദേശമനുസരിച്ച് ഗംഗാതീരത്തിൽ താമസിച്ച് അവർ മരിച്ചുപോയി. അവർക്ക് വിധിപ്രകാരം വേണ്ട ക്രിയകളെല്ലാം ചെയ്തു ശാന്തരായി ഹസ്തിനപുരത്തേക്ക് മടങ്ങി വന്ന് ധൃതരാഷ്ട്രന്റെയും ഗാന്ധാരിയുടെയും കുന്തിയുടെയും പേരിൽ പ്രത്യേകം ദാനങ്ങൾ ചെയ്തു. കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞ് 36-ാമത്തെ വർഷം പിറന്നതോടെ പല ദുശുഗുണങ്ങളും കണ്ടുതുടങ്ങി. തീപ്പൊരി വിതറുന്ന കൊള്ളിമീനുകൾ ആകാശത്ത് നിന്ന് ഭൂമിയിൽ വീണു. രശ്മി കൂടാതെ സൂര്യൻ ഉദിച്ചു. 3 നിറത്തിൽ സൂര്യനെ കണ്ടു. ആ സമയത്ത് ദ്വാരകയിൽ പല ദുഃഖകരമായ സംഭവങ്ങളും നടക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം വിശ്വാമിത്രൻ, കണ്വൻ, നാരദൻ എന്നീ മഹർഷിമാർ ദ്വാരകയിലെത്തി. അപ്പോൾ വൃഷ്ണി വീരന്മാർ മഹർഷിമാരെ ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു. സാമ്പനെ ഗർഭിണിയായ ഒരു സ്ത്രീയായി വേഷം കെട്ടിച്ച് അവർ മഹർഷിമാരുടെ മുമ്പിൽ ചെന്ന് പ്രകാരം പറഞ്ഞു: ഇവൾ ബഹ്രുവിന്റെ ഭാര്യയാണ്. മഹർഷിമാരായ നിങ്ങൾ പറയുവിൻ, ഗർഭിണിയായി ഇവൾ പ്രസവിക്കുന്നത് ആൺകുട്ടിയോ പെൺകുട്ടിയോ? മഹർഷിമാർക്ക് അത് തങ്ങളെ കളിപ്പിക്കാനായി വൃഷ്ണ്യന്തകന്മാർ ചെയ്ത വേലയാണെന്ന് ഉടനെ മനസ്സിലായി. ഉള്ളിൽ ക്രോധം വന്നെങ്കിലും അടക്കിക്കൊണ്ടവർ പറഞ്ഞു: വൃഷ്ണ്യന്തകന്മാർ മുടിയുവാൻ ഘോരമായ ഒരു ഇരുമ്പുലക്കയാണ് വാസുദേവന്റെ മകനായ ഈ സാമ്പൻ പ്രസവിക്കുക. ദുർവൃത്തരായ നിങ്ങൾ തമ്മിൽ കോപിച്ച് ആ ഉലക്ക കൊണ്ട് കുലം മുഴുവൻ മുടിച്ചു കളയും. രാമകൃഷ്ണന്മാർ മാത്രം അതിൽ നിന്ന് ഒഴിവാകും. ബലരാമൻ ദേഹം വെടിഞ്ഞ് കടലിൽ ആണ്ടുപോകും. മഞ്ഞിൽ കിടക്കുന്ന സമയത്ത് കൃഷ്ണനെ ജര ചെയ്തു കൊല്ലും. പിറ്റേന്ന് സാമ്പൻ ശാപം മൂലം ഇരുമ്പുലക്കയെ പ്രസവിച്ചു. രാജാവ് ഉടനെ ആ ഉലക്കയെ രാവി പൊടിച്ച് കടലിൽ കൊണ്ടുപോയിച്ചു. അതിനുശേഷം ഉഗ്രസേന രാജാവും കൃഷ്ണനും രാമനും ബഭ്രുവും പറഞ്ഞ പ്രകാരം ഒരു വിളംബരം നടത്തി: ഇന്നു മുതൽ വൃഷ്ണ്യന്തക കുലങ്ങളിൽ ആരും മദ്യമുണ്ടാക്കരുത്. ഉണ്ടാക്കിയതായി അറിഞ്ഞാൽ അവരെ ജീവനോടെ അവരുടെ ബന്ധുക്കളോടുകൂടെ ശൂലത്തിൽ കയറ്റുന്നതാണ്. രാജാവിന്റെ ഉത്തരവ് പ്രകാരം എല്ലാവരും മദ്യം വർജിച്ചു. നാളുതോറും ദുശകുനങ്ങൾ ദ്വാരകയിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. വഴികളിലൂടെ പരസ്യമായി എലികൾ ജാഥ നടത്തി. കുടങ്ങളെല്ലാം പൊട്ടി ദ്വാരമുള്ളതായി. രാത്രി കിടന്നുറങ്ങുന്നവരുടെ നഖവും തലമുടിയും എലികൾ കാർന്നു നിന്നു. മധുരമായി സംസാരിച്ചിരുന്ന കത്തകളുടെ ശബ്ദം വികൃതമായി. അരയന്നങ്ങൾ മൂങ്ങകളെ പോലെ മൂളാൻ തുടങ്ങി. ആടുകൾ കുറുക്കന്മാരെ പോലെ ഓരിയിട്ടു. പശു കഴുതിയെ പ്രസവിച്ചു. രാമനും കൃഷ്ണനും ഒഴികെയുള്ള മറ്റുള്ളവരെല്ലാം പാപങ്ങൾ ചെയ്യുന്നതിൽ സങ്കോചമില്ലാത്തവരായി തീർന്നു. അവർ ഗുരുജനങ്ങളെ ധിക്കരിച്ചു. ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും വഞ്ചിച്ചു. പാഞ്ചജന്യം മുഴങ്ങുമ്പോൾ
കഴുതകൾ അതനുസരിച്ച് ഉറക്കെ കരഞ്ഞു. ത്രയോദശിയിലും ചതുർദശിയിലും വാവു വന്നത് കണ്ടപ്പോൾ കൃഷ്ണൻ വൃഷ്ണികളെ വിളിച്ച് ഇപ്രകാരം പറഞ്ഞു: ചതുർദശിയെ വീണ്ടും രാഹുവാക്കിയിരിക്കുന്നു. ഭാരതന്മാരുടെ യുദ്ധം വന്ന കാലത്തെ ഇത് കണ്ടിട്ടുള്ളൂ. നമ്മുടെ നാശമാണിത് കാണിക്കുന്നത്.